ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്നലത്തെ തുണികളൊക്കെ എടുക്കാൻ വന്നതാട്ടോ. ഇന്നലെ നല്ല വെയിലായിരുന്നു മഴയായിരുന്നു. തുണികളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ജസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് തുണി ഇടാനും ഉണ്ട്, കുറച്ച് എടുക്കാനും ഉണ്ട്. ഇന്നലത്തെ തുണിയൊക്കെ ഇപ്പോൾ ഞാൻ എടുക്കട്ടെ കേട്ടാ. ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വൈൻ ബോട്ടിലുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അത് വൈൻ കിട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ, അത് ഏകദേശം എടുക്കാറായിട്ടുണ്ട്. എടുക്കാറാവുമ്പോൾ അതൊക്കെ കുപ്പിയിലേക്ക് ആക്കണം. അപ്പോഴാണ് അപ്പോൾ ഒഴിക്കാനും ഒക്കെ സൗകര്യം ഉള്ളതുപോലെ കാണുമ്പോഴൊക്കെ അതല്ലേ ഇത് ഭംഗി. എനിക്ക് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാക്കണ്ടാത്ത ഇഷ്ടം. ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ കിട്ടുന്നില്ല, കിട്ടിയ ബോട്ടിലാക്കണം. അപ്പോൾ എന്താ വെയിലത്തിങ്ങി വെച്ച് രണ്ടും കൊടുക്കും. അപ്പം നല്ല രസമായിട്ട് വരും. അല്ലെങ്കിൽ വല്ല വൈനൊക്കെ പെട്ടെന്ന് പൂപ്പിൽ പിടിച്ച് നാശാവേ വെയിലില്ലെങ്കിൽ. ഈ ബോട്ടിലോളൊക്കെ ഒന്ന് ഞാൻ നോക്കിട്ടെ കേട്ടോ. 3 ബോട്ടിലുള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യാനും പിന്നെ കുറച്ച് കസിൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുക നമ്മൾ ഈ വൈനാണല്ലോ കൊടുക്കുക. ക്രിസ്മസിൻ്റെ ടൈമിൽ വരുന്നവർക്കൊക്കെ കേക്കും വൈനല്ല കൊടുക്കുക നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. 3 ബോട്ടിൽ കേട്ടോ, കൂടുതലൊന്നുമില്ല. നമുക്കിനി വെയിലത്ത് വയ്ക്കാട്ടത്. മുകളിലെ ബോട്ടിൽസ് കൊണ്ടുവയ്ക്കാനായിട്ട് പോയപ്പോൾ കേട്ടതാട്ടോ. സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ദേ നമ്മുടെ മുകളിൽ തെങ്ങിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. അപ്പോൾ നേവി വീക്കാണ്, അത് കാരണമാണ് ഇതുപോലെ ഹെലികോപ്റ്റർ പോകണേ കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ബോട്ടിലൊക്കെ കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വൈൻ ഊറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാരമൽ ചെയ്ത് വെക്കാം. ഇത് അതിൽ ചേർക്കുന്നുണ്ട്, അപ്പോഴാണ് ഒരു ഗോൾഡൻ കളർ വരുള്ളൂ. ഇന്നത്തെ ഒരു കാരമലൈസേഷന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരു പ്രത്യേക കളർ വരാനായിട്ട് ഒരു ഐറ്റം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 1 ഗ്ലാസ് പഞ്ചസാര ചേർക്കണേട്ടാ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഞാൻ പറയാം കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട് പാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണേ. ഉരുകി വരട്ടെങ്ങി. ഉരുകി വരുമ്പോൾ നമുക്കിനി വെള്ളം ചേർക്കണം കേട്ടോ. കാരമലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ ശരിയാവും കേട്ടോ. അങ്ങനെയാണല്ലോ, തിളച്ച് വരട്ടെന്ന്. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഇതിലേക്ക്. ഈ തിളക്കണതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ കഷ്ണം ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയതായി കട്ട് ചെയ്തതാണ്. അതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി തിളക്കട്ടെ. അപ്പോൾ വേറൊരു പ്രത്യേക കളർ കിട്ടും. നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. പലരും ബീട്രൂട്ട് ഇടുന്നുണ്ട് ഒരു പ്രത്യേക കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് തിളച്ച് കളറൊക്കെ ഒന്ന് ബീട്രൂട്ടിൻ്റെ ഇറങ്ങി വരട്ടെ. കാരമൽ ഇത് കഴിഞ്ഞു. ഇനി നമുക്കത് ഇതിലേക്ക് ചേർക്കാം. ഊറ്റി വയ്ക്കണ്, ചൂടാറണം. നല്ല കളറുണ്ട്. കളർ നോക്കി എന്ത് രസമൊക്കെയാണ്. നല്ല കളറില്ലേ? നോക്കാം. നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. അതെ, നമ്മുടെ ഇതില്ലേ, എന്താ പറയുക, കാരമൽ ഇത് ഞാൻ ബോട്ടിലേക്ക് ഒഴിച്ചു വിട്ടാ. കാരണം അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഊറ്റി വെച്ച ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാൻ. ഇനി ഒന്ന് അടിയണം. അടിയുമ്പോഴാണ് നല്ല സ്മെല്ലും നല്ല ഒരു കളറൊക്കെ ആയിട്ട് വരുള്ളൂ.
നമുക്കിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.